പ്രൊഡക്ടിവിറ്റി എന്നത് ഈ അടുത്ത കാലത്തായി വളരെ പോപ്പുലറായ വളരെ ഹോട്ടായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എല്ലാവരും എങ്ങനെ പ്രൊഡക്ടിവിറ്റി കൂട്ടാം എന്നതിൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രൊഡക്ടിവിറ്റി ഹാക്സ്, പ്രൊഡക്ടിവിറ്റി ട്രിക്സ്, ഈസി വേസ് ടു ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി, ഇങ്ങനെയുള്ള ടോപ്പിക്സ് ഒരുപാട് പേര് ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. ഗൂഗിളിൽ മാത്രമല്ല, യൂട്യൂബിലും. ഈവൻ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ ആവശ്യത്തിനും അനാവശ്യത്തിനൊക്കെ ഈ വാക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ബൂസ്റ്റ് ചെയ്യാം, എ പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫ്, ഇതുവരെ ആരും പറഞ്ഞു തരാത്ത പ്രൊഡക്ടിവിറ്റി സീക്രട്സ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോസും ഒരുപാട് ബ്ലോഗ്സും നമ്മൾ ഇപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. എന്താണ് ആക്ച്വലി? നിങ്ങൾ 100 പേരാൽ നിങ്ങൾക്ക് 100 കിട്ടുന്നത്. അടികളൊക്കെ വേഗം തീർത്ത് അവർക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാനായി സമയം കണ്ടെത്തുന്നതാണ് പ്രൊഡക്ടിവിറ്റി. ഒരു 9 to 5 ജോബിന്റെ കൂടെ തന്നെ ഒരു സൈഡ് ഹസിലും കൂടി ചെയ്ത് എക്സ്ട്രാ ഇൻകം നേടുന്നതായിരിക്കും പ്രൊഡക്ടിവിറ്റി. ചിലർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, ടു ഡു ലിസ്റ്റിൽ ചെയ്യാനുള്ളതൊക്കെ ടിക്ക് ചെയ്ത് കഴിയുമ്പോൾ, ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും പ്രൊഡക്ടിവിറ്റി. സോ പ്രൊഡക്ടിവിറ്റി എന്നതിന് പലർക്കും പല ഉത്തരമായിരിക്കും. ശരിക്കും പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ എഫിഷ്യൻസി മെഷർ ചെയ്യാനായിട്ട്, അതായത് നമുക്ക് വേണ്ട രീതിയിൽ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ആ ഒരു എഫിഷ്യൻസി ഓഫ് സർവീസസ് ഓർ അവർ വർക്ക്, ഏതായാലും ആ ഒരു എഫിഷ്യൻസി ആണ് പ്രൊഡക്ടിവിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ പേഴ്സണൽ പ്രൊഡക്ടിവിറ്റി ആണെങ്കിൽ നമുക്ക് എത്ര എഫിഷ്യന്റ് ആയി നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എത്ര എഫിഷ്യന്റ് ആയി ചെയ്തു തീർക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു മെഷറാണ് പേഴ്സണൽ പ്രൊഡക്ടിവിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങളൊരു ടീം ലീഡ് ആണെങ്കിൽ നിങ്ങളുടെ ടീം മെമ്പേഴ്സ് എത്ര എഫിഷ്യന്റ് ആയി ഓരോ ദിവസവും വർക്ക് ചെയ്യുന്നുണ്ട്, അതാണ് നിങ്ങൾ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അത് ഓരോ മേഖലയിലും വ്യത്യാസമായിരിക്കും. ഇപ്പോൾ ഒരു ടീം ലീഡ് പ്രൊഡക്ടിവിറ്റിയെ ഡിഫൈൻ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ഒരു പാരന്റ് ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതുപോലെ ആയിരിക്കില്ല ഒരു എംപ്ലോയി ഡിഫൈൻ ചെയ്യുന്നത്. സോ പ്രൊഡക്ടിവിറ്റി ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ എഫിഷ്യൻസി, അത് വർക്കിന്റെ കാര്യത്തിലായാലും വീട്ടുജോലികളുടെ കാര്യത്തിലായാലും പാരന്റിങ്ങിന്റെ കാര്യത്തിലായാലും പഠിത്തത്തിന്റെ കാര്യത്തിലായാലും ഏതിലായാലും നമ്മുടെ എഫിഷ്യൻസിയാണ് പ്രൊഡക്ടിവിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എങ്ങനെയായിരിക്കും നമുക്ക് നമ്മുടെ പ്രൊഡക്ടിവിറ്റി മെഷർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഇന്നൊരു ദിവസം നിങ്ങളുടെ പ്രൊഡക്റ്റീവ് ആയിരുന്നോ? ഇന്നത്തെ നിങ്ങളുടെ വർക്ക് പ്രൊഡക്റ്റീവ് ആയിരുന്നോ? ഇന്ന് നിങ്ങൾ പഠിച്ചത് പ്രൊഡക്റ്റീവ് ആയിട്ടായിരുന്നോ? ഇതൊക്കെ എങ്ങനെയായിരിക്കും നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്? മെയിൻലി ഔട്ട്പുട്ട് ബേസ് ചെയ്തിട്ട് തന്നെയാണ്. നമ്മൾ വിചാരിച്ച ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയോ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് മെയിൻ ആയിട്ട് നമുക്കത് മെഷർ ചെയ്യാൻ പറ്റുന്നത്. കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ടൈം ട്രാക്ക് ചെയ്തിട്ട് അതിൽ ഇഫക്റ്റീവ്നെസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ലെങ്കിലും, ഇപ്പോൾ ഒരു പഠിക്കുന്ന കുട്ടി 5 മണിക്കൂർ പഠിച്ചു എന്നുണ്ടെങ്കിൽ വെറുതെ പുസ്തകം നോക്കി ഇരുന്നാലല്ല, 5 മണിക്കൂർ പഠിക്കാൻ പ്ലാൻ ചെയ്തു, അതുപോലെ തന്നെ 5 മണിക്കൂർ പഠിച്ചെങ്കിൽ ആ കുട്ടിയുടെ ആ ഒരു ദിവസം പ്രൊഡക്റ്റീവ് ആയിരുന്നു എന്ന് നമുക്ക് പറയാം, അല്ലെ? അതേപോലെ തന്നെ കുറെ ജോലികൾ ചെയ്യാനായിട്ട് ടു ഡു ലിസ്റ്റിൽ എഴുതി വെച്ചു, ആ ജോലികളിൽ മെയിൻ ആയിട്ടുള്ളതെങ്കിലും ചെയ്തു തീർത്തു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എല്ലാം തന്നെ ചെയ്തു തീർത്തു എന്നുണ്ടെങ്കിൽ ആ ദിവസം പ്രൊഡക്റ്റീവ് ആണെന്ന് പറയാം. അങ്ങനെ ഓരോ ഔട്ട്പുട്ട് ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രൊഡക്റ്റീവ് ആണെന്ന് പറയാം. അതിനുവേണ്ടി ചെലവഴിച്ച സമയം ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രൊഡക്റ്റീവ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കാം. അതേപോലെ ബേസ്ഡ് ഓൺ അവർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഇപ്പോൾ കുറെ കാര്യങ്ങൾ നമ്മൾ ടു ഡു ലിസ്റ്റിൽ എഴുതി, പക്ഷേ ഒരുപാട് കാലമായിട്ട് മാറ്റി വെച്ച ഒരു കാര്യം ചെയ്തു തീർത്താൽ പോലും നമുക്ക് ആ ഒരു ദിവസം പ്രൊഡക്റ്റീവ് ആയിട്ട് തോന്നും. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അതായത് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു, 10 കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു, അതിൽ ഒരു കാര്യം ഒരുപാട് കാലമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ടോ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾ മാറ്റി വെച്ച് ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നും. അത് പഠിത്തത്തിന്റെ കാര്യത്തിലും അതെ. നമുക്ക് കുറെ ചാപ്റ്റേഴ്സ് പഠിക്കാൻ നമ്മൾ പ്ലാൻ ചെയ്തെങ്കിലും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പോർഷൻ ആ ദിവസം പഠിച്ചു തീർത്തെങ്കിൽ മേ ബി നിങ്ങൾക്ക് ആ ദിവസം പ്രൊഡക്റ്റീവ് ആയിട്ടായിരിക്കും തോന്നുന്നത്. സോ അത്രക്കും ഡിഫറെന്റ് ഫാക്ടേഴ്സ് ആയിരിക്കും എന്ത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ദിവസം പ്രൊഡക്റ്റീവ് ആയിരുന്നോ, കാര്യം പ്രൊഡക്റ്റീവ് ആയിട്ടാണോ ചെയ്തത്, ഉപയോഗിച്ച സമയം പ്രൊഡക്റ്റീവ് ആയിട്ടാണ് ബേസ് ചെയ്തത് എന്നൊക്കെ തീരുമാനിക്കാൻ സാധിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ ഫാക്ടേഴ്സ് ആയിരിക്കും. സോ ഒരുപാട് പ്രൊഡക്ടിവിറ്റി മെത്തേഡ്സ് ഓർ പ്രൊഡക്ടിവിറ്റി ടെക്നിക്സ് ഒക്കെ ഇപ്പൊ അവൈലബിൾ ആണ്. പ്രൊഡക്ടിവിറ്റി ടെക്നിക്സ് ഒക്കെ ഇനി വരുന്ന വീഡിയോസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ എങ്ങനെയാണ് നമുക്ക് ഏറ്റവും പ്രൊഡക്ടിവിറ്റി സിസ്റ്റം ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുക, നമുക്ക് ശരിക്കും വർക്ക് ചെയ്യുന്ന, വിചാരിച്ച പോലെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കുന്ന ഒരു പ്രൊഡക്ടിവിറ്റി ടെക്നിക് ചൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. പ്രൊഡക്ടിവിറ്റി സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരുപാട് എണ്ണം ഉണ്ട്. അത് ഒരുപാട് എണ്ണം ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. ഇപ്പോൾ പോമഡോറോ ടെക്നിക് ഉണ്ട്, അതുപോലെ ഈറ്റ് ദ ഫ്രോഗ് എന്ന് പറയുന്ന ടെക്നിക് ഉണ്ട്, സെൻഡ് ടു ഡൺ എന്ന് പറയുന്ന ടെക്നിക് ഉണ്ട്, എല്ലാവരും യൂസ് ചെയ്യുന്ന ടു ഡു ലിസ്റ്റ്, ടൈം ബ്ലോക്കിംഗ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഗെറ്റിംഗ് തിങ്സ് ഡൺ എന്ന് പറഞ്ഞൊരു പ്രൊഡക്ടിവിറ്റി സിസ്റ്റം ഉണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രൊഡക്ടിവിറ്റി സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ചൂസ് ചെയ്യുക എന്നുള്ളത് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പ്രൊഡക്ടിവിറ്റി സിസ്റ്റം എന്നുള്ളത് കൊണ്ട് അതൊരു മാന്ത്രിക വടി പോലെയോ അല്ലെങ്കിൽ ഒരു മാജിക് പിൽ പോലെയോ ഒന്നും വർക്ക് ചെയ്യുന്ന കാര്യമല്ല. എങ്കിലും നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്ടിവിറ്റി സിസ്റ്റം കണ്ടുപിടിച്ച് അത് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ കാര്യങ്ങൾ കുറെ കൂടെ എളുപ്പമാവും. സോ
ഈ പ്രൊഡക്ടിവിറ്റി സിസ്റ്റം ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട് മെയിനായിട്ട്. ഇത് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും. നമ്മുടെ ലാലു അലക്സിന്റെ ഡയലോഗ് പറഞ്ഞാൽ പേഴ്സണലായിട്ട് പറയുക എന്ന് പറയുന്ന പോലെ ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ഒരാൾക്ക് വർക്ക് ചെയ്യുന്നത് വേറൊരാൾക്ക് വർക്ക് ആവണമെന്നില്ല. സോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്ടിവിറ്റി സിസ്റ്റം കണ്ടുപിടിക്കാനായിട്ട് മെയിൻലി 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. 1 നിങ്ങളുടെ പേഴ്സണാലിറ്റിയാണ്, 2 നിങ്ങളുടെ സർക്കംസ്റ്റൻസസ്, 3 നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം. എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് മാറിക്കഴിഞ്ഞാൽ മേ ബി നിങ്ങൾ ഇപ്പൊ ഫോളോ ചെയ്തു വരുന്ന പ്രൊഡക്ടിവിറ്റി സിസ്റ്റം നിങ്ങൾക്ക് മാറ്റേണ്ടതായിട്ട് വരാം, ഓർ അത് നിങ്ങൾക്ക് സ്യൂട്ടബിൾ അല്ലാതെ ആയി മാറാം. സോ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഒരു ഓർഗനൈസ്ഡ് പേഴ്സൺ ആണോ, അതോ നിങ്ങൾ ആകെ വലിച്ചു വാരിയിട്ട് ഒക്കെ ഒരു മെസ്സാക്കി അതിന്റെ ഇടയിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ, നിങ്ങൾ ഒരു മോർണിംഗ് പേഴ്സൺ ആണോ, അതോ ഒരു നൈറ്റ് ഔൾ ആണോ, എന്തൊക്കെയാണ് നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സുകൾ, നിങ്ങൾ വല്ലാതെ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണോ, നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ, അതോ കുറെ നേരം നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് കംപ്ലീറ്റ്ലി ഇൻ ദ ഫ്ലോ സ്റ്റേറ്റ് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടത്തിലാണോ, നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്തിട്ടാണോ കാര്യങ്ങൾ ചെയ്യാറ്, പ്ലാനിങ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങളുടെ രീതി എന്താണ്. സോ ഈ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം ആസ് എ പേഴ്സൺ നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങളുടെ പേഴ്സണാലിറ്റി വർക്കിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് എന്നുള്ളത് തീരുമാനിച്ചിട്ട് വേണം നിങ്ങളൊരു പ്രൊഡക്ടിവിറ്റി സിസ്റ്റം ചൂസ് ചെയ്യാനായിട്ട്. കാരണം ഓരോ പ്രൊഡക്ടിവിറ്റി ടെക്നിക്കിനും അതിൻ്റെതായ ലിമിറ്റേഷൻസും അതുപോലെ അതിൻ്റെതായ രീതികളും റൂൾസും ഒക്കെ ഉണ്ടാവും അല്ലേ. സോ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ രീതികളുമായിട്ട് മാച്ച് ചെയ്യുന്നതാണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെങ്ത്തിനെ കുറച്ചും കൂടെ യൂട്ടിലൈസ് ചെയ്യുന്ന, നമ്മുടെ വീക്ക്നെസ്സുകളെ ഓവർകം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്ടിവിറ്റി സിസ്റ്റം ആണെങ്കിലാണ് അത് നിങ്ങൾക്ക് സ്യൂട്ടബിൾ അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയി വർക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുള്ളൂ. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സണാലിറ്റി സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ആപ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ടിവിറ്റി സിസ്റ്റം ചൂസ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ സർക്കംസ്റ്റൻസസ്, ഇപ്പോൾ നിങ്ങളൊരു ഹോം മേക്കർ ആണോ, അതായത് പ്രത്യേകിച്ച് പുറത്തുപോയി ജോലി ചെയ്യേണ്ടാത്ത വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു പേഴ്സൺ ആണോ നിങ്ങൾ, അതോ നിങ്ങളൊരു വർക്ക് ഫ്രം ഹോം പാരന്റ് ആണോ, വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന ഫ്രീലാൻസിങ് പോലെയുള്ള അല്ലെങ്കിൽ സ്വന്തമായൊരു ബിസിനസ് റൺ ചെയ്യുന്ന അങ്ങനെയുള്ള സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ഒരാളാണോ നിങ്ങൾ. സോ ഇവിടെയൊക്കെ നമ്മുടെ സർക്കംസ്റ്റൻസസ് ആണ് വരുന്നത് അല്ലെ. നമ്മൾ ആസ് എ പേഴ്സൺ എന്നുള്ളതിനേക്കാൾ നമ്മുടെ ചുറ്റുപാടുകൾ എങ്ങനെയാണ്, നിങ്ങൾക്ക് വീട്ടിലിരുന്ന് സ്വസ്ഥമായിട്ട് ജോലി ചെയ്യാനുള്ള വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ, ഇനി നിങ്ങൾക്ക് ചെറിയ കുട്ടികൾ വീട്ടിലുണ്ടോ, അവരെ നോക്കാനുള്ള ആളുകളുണ്ടോ, അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉള്ള ഒരു എൻവയോൺമെന്റിലാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, അതോ ക്വൈറ്റ് ആയിട്ടുള്ള ഒരു അധികം ആരും ശല്യപ്പെടുത്താൻ വരാത്ത, എക്സ്റ്റേണലി ആരും ശല്യപ്പെടുത്താൻ വരാത്ത ഒരു സാഹചര്യത്തിൽ ഇരുന്നാണോ നിങ്ങൾ ജോലിയായാലും പഠിത്തമായാലും ഒക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് കൂടുതൽ സമയം എപ്പോഴാണ് കിട്ടുന്നത്, നിങ്ങളുടെ ജോലികളുടെ തിരക്കും ബാക്കി നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസും ഒക്കെ കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണ് കൂടുതൽ വർക്ക് ചെയ്യാനോ പഠിക്കാനോ ഒക്കെയുള്ള സമയം കിട്ടുന്നത്, അത് രാവിലെയാണോ വൈകുന്നേരം ആണോ. സോ ഇത്തരം എൻവയോൺമെന്റ് ഓർ സർക്കംസ്റ്റാൻസസ് റിലേറ്റഡ് കാര്യങ്ങൾ കൂടി നമ്മൾ ഒരു പ്രൊഡക്ടിവിറ്റി സിസ്റ്റം ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും, ഇന്ററപ്ഷൻസ് ഉണ്ടാവും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൈം ബ്ലോക്കിംഗ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പൊമഡോറോ ടെക്നിക്ക് യൂസ് ചെയ്യുകയാണെങ്കിലൊക്കെ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും അല്ലെ. സോ നമ്മുടെ സർക്കംസ്റ്റാൻസസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതേപോലെ തന്നെ നമ്മൾ എന്താണ് അച്ചീവ് ചെയ്യാനായിട്ട് പോകുന്നത്, എന്താണ് നമ്മുടെ ഔട്ട്പുട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഡെയിലി എന്തെങ്കിലും സബ്മിറ്റ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളുടെ വർക്കിന്റെ നേച്ചർ അങ്ങനെയാണ്, നിങ്ങൾക്ക് എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു റിപ്പോർട്ട് അയക്കേണ്ടതായിട്ടുണ്ടോ, അതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ കൺവീനിയന്റ് ടൈം ഷെഡ്യൂളിൽ വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ. സോ നിങ്ങളുടെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കണം എന്നുള്ളത്, ഇപ്പൊ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ അധികം സമയമില്ലാതെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട മെത്തേഡും, അതേപോലെ നിങ്ങൾക്ക് അത്യാവശ്യം സമയമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട മെത്തേഡും ഡിഫറെന്റ് ആയിരിക്കും. അതിപ്പോൾ പഠിത്തത്തിന്റെ കാര്യത്തിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. സോ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ട് എന്താണ് എന്നുള്ളതനുസരിച്ച്, അതിന്റെ സ്വഭാവങ്ങൾ അനുസരിച്ച്, അതിന് കിട്ടുന്ന സമയം അല്ലെങ്കിൽ ഡെയിലി ആണോ വീക്ക്ലി ആണോ മന്ത്ലി ആണോ എന്നുള്ളത്, ഒരു ദിവസം തന്നെ പല തവണ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയുടെ കാര്യമോ പഠിത്തത്തിന്റെ കാര്യമോ ശ്രദ്ധിക്കേണ്ടതുണ്ടോ, ഫ്രീക്വൻസി എന്നുള്ള ആ ഒരു ഫാക്ടർ, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് അനുസരിച്ചും നമുക്ക് ചൂസ് ചെയ്യുന്ന പ്രൊഡക്ടിവിറ്റി സിസ്റ്റം ഡിഫറെന്റ് ആയിരിക്കും. സോ ഇത്തരം കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മൾ പ്രൊഡക്ടിവിറ്റി സിസ്റ്റം ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ആപ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ടിവിറ്റി സിസ്റ്റം ആവണമെന്നുണ്ടെങ്കിൽ, അതിൽ നിന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രീതികളും നിങ്ങൾ ആയിരിക്കുന്ന ആ സർക്കംസ്റ്റാൻസസ് ഓർ എൻവയോൺമെന്റും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ടും അതിന്റെ രീതികളും സ്വഭാവങ്ങളും ഒക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഒരു സ്യൂട്ടബിൾ പ്രൊഡക്ടിവിറ്റി സിസ്റ്റം ഓർ ടെക്നിക് ചൂസ് ചെയ്യാനായിട്ട്. ഇനി ഈ പ്രൊഡക്ടിവിറ്റി സിസ്റ്റത്തിനേക്കാളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ചെയ്യാനുള്ള കാര്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അല്ലെ. ഏത് പ്രൊഡക്ടിവിറ്റി സിസ്റ്റം നിങ്ങൾ യൂസ് ചെയ്താലും ചൂസ് ചെയ്താലും, എത്ര സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ച് വെച്ചാലും, നിങ്ങൾ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്ടിവിറ്റി സിസ്റ്റം കൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഇല്ല. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ്
ഡൂയിങ് ദ വർക്ക്. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഒരേ കാര്യം വീണ്ടും വീണ്ടും ചെയ്യുക എന്നുള്ളത് നമുക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല ആർക്കും. പഠിത്തത്തിന്റെ കാര്യമായാലും ജോലിയുടെ കാര്യമായാലും നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാനാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മളെ അത്രയൊന്നും എക്സൈറ്റ് ചെയ്യിപ്പിക്കാത്ത, ബോറടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഡൂയിങ് ദ വർക്ക് എന്ന് പറയുന്നത് കുറച്ച് അധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. സോ നമ്മളിൽ ഭൂരിഭാഗം പേരും ഈ പ്രൊഡക്ടിവിറ്റി സിസ്റ്റം എന്ന് കേൾക്കുമ്പോൾ ചിന്തിക്കുന്നത് വളരെ എളുപ്പമാക്കി തരുന്ന, നമുക്ക് ചെയ്യാനുള്ള കാര്യത്തെ വളരെ എളുപ്പമാക്കി തരുന്ന എന്തോ ഒന്ന് എന്നുള്ള രീതിയിലാണ്. ഒരു പരിധി വരെ അത് ശരിയാണ്. നമുക്ക് ഏറ്റവും നല്ല പ്രൊഡക്ടിവിറ്റി സിസ്റ്റം നമ്മുടെ ആവശ്യങ്ങൾക്ക് മാച്ച് ആവുന്ന, നമ്മുടെ സിറ്റുവേഷനും നമ്മുടെ പേഴ്സണാലിറ്റിക്കും നമുക്ക് കൊടുക്കേണ്ട ഔട്ട്പുട്ടിനും അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ജോലിക്കും ഒക്കെ മാച്ച് ആവുന്ന ഒരു പ്രൊഡക്ടിവിറ്റി സിസ്റ്റം കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ പകുതി പണി എളുപ്പമാണ്. പക്ഷെ അത് വിചാരിച്ച് പണി ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. സോ ട്രൈ ടു ചൂസ് ദ റൈറ്റ് പ്രൊഡക്ടിവിറ്റി സിസ്റ്റം ആൻഡ് ദെൻ ഡു ദ വർക്ക്. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് പ്രൊഡക്ടിവിറ്റി ബൂസ്റ്റ് ചെയ്യാൻ, ഇംപ്രൂവ് ചെയ്യാൻ, നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന പോലെ പ്രൊഡക്ടിവിറ്റി ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ അപ്ലൈ ചെയ്ത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും അങ്ങനെ ഒരു സാറ്റിസ്ഫൈഡ് ആൻഡ് ഹാപ്പി ലൈഫ് ലീഡ് ചെയ്യാനും നമുക്ക് സാധിക്കുള്ളൂ. സോ ഇനി വരുന്ന വീഡിയോസിൽ കുറച്ചധികം പ്രൊഡക്ടിവിറ്റി മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഷെയർ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്ടിവിറ്റി സിസ്റ്റം തന്നെ ചൂസ് ചെയ്യൂ. എന്നിട്ട് ജസ്റ്റ് ഡു ദ വർക്ക്. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം.